നിങ്ങൾ പലർക്കും ക്രിപ്റ്റോ കറൻസികളിൽ ചെറിയ ഒരു നിക്ഷേപമുള്ളവരോ അല്ലെങ്കിൽ ബിറ്റ്കോയിൻ അടക്കമുള്ള ക്രിപ്റ്റോ കറൻസികൾ വാങ്ങാൻ താല്പര്യമുള്ളവരോ ആയിരിക്കും അല്ലേ. അപ്പോൾ ക്രിപ്റ്റോ കറൻസികൾ വളരെ പ്രചാരം നേടിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നിങ്ങളെപ്പോലുള്ള സാധാരണ ഇൻവെസ്റ്റർമാർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റും സേഫസ്റ്റുമായിട്ടുള്ള ക്രിപ്റ്റോ കറൻസി ട്രേഡിംഗ് പ്ലാറ്റ്ഫോമായിട്ടുള്ള Coindcxൽ എങ്ങനെ അക്കൗണ്ട് എടുക്കാം, എങ്ങനെ ട്രേഡ് ചെയ്യാമെന്നുള്ളതും കൂടെ പറഞ്ഞു തരുന്നുണ്ട്. ഞാൻ സുബീഷാണ്. റുപ്പിമംഗ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലൂടെയും ആസ്ക് റുപ്പിമംഗ് എന്ന് പറഞ്ഞ വാട്സപ്പ് സർവീസിലൂടെയും പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ഞാനാണ്. ക്രിപ്റ്റോ കറൻസികൾ ഒരു പുതിയൊരു അസറ്റ് ക്ലാസ് ആയിട്ടും അല്ലെങ്കിൽ പുതിയൊരു ട്രേഡിംഗ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് മെക്കാനിസമായിട്ടും പ്രചാരം നേടിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് കാര്യങ്ങൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ലാഭത്തേക്കാൾ ഉപരി വലിയ നഷ്ടം വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുന്നതിനായിട്ട് ബിറ്റ്കോയിനുകൾ അടക്കമുള്ള ക്രിപ്റ്റോ കറൻസികൾ ട്രേഡ് ചെയ്യുമ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും എന്തൊക്കെ നിങ്ങൾ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നിങ്ങൾ പറയുന്നത്. അതായത് ഡൂസ് ആൻഡ് ഡോൺസ് വൈൽ ട്രേഡിംഗ് ക്രിപ്റ്റോ കറൻസി. ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇന്ത്യയിലെ ക്രിപ്റ്റോ കറൻസി തികച്ചും നിയമപരമാണ്. ഇന്ത്യയിലെ ഒരു ഗവൺമെൻറ്റും ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ക്രിപ്റ്റോ കറൻസിയിലെ വ്യാപാരമോ ഇൻവെസ്റ്റ്മെൻറ്റോ നിയമപരമല്ല എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും നിയമപരമായിട്ടുള്ള ഒരു കാര്യമാണ് ക്രിപ്റ്റോ കറൻസികൾ എന്നുള്ളത് ആദ്യമേ പറയട്ടെ. ഇത് ആദ്യമേ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ വളരെയധികം ആളുകൾ നമ്മളോട് മെസ്സേജ് അയച്ചിട്ടും അതുപോലെ കമൻറ്റുകളായിട്ടുമൊക്കെ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആദ്യമേ ഇത് പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പിക്കായിട്ടുള്ള ക്രിപ്റ്റോ കറൻസിയിൽ ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റിയിട്ടൊന്ന് പറഞ്ഞു പോകാം. ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട 4 കാര്യങ്ങളെ പറ്റി ഒന്ന് പറയാം. ഏറ്റവും പ്രധാനപ്പെട്ടതും ഒന്നാമത്തേതുമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രിപ്റ്റോ കറൻസികളിലെ റിസ്ക് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഏത് ഇൻവെസ്റ്റ്മെൻറ്റിനെ പോലെയും ക്രിപ്റ്റോ കറൻസിയിലും റിസ്ക് ഇൻവോൾവ് ആണ്. അതായത് നിങ്ങൾ ഷെയറുകൾ വാങ്ങുമ്പോൾ അതിൻ്റേതായിട്ടുള്ള റിസ്ക് ഉണ്ട്, മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള റിസ്ക് ഉണ്ട്. അതുപോലെ തന്നെയാണ് ക്രിപ്റ്റോ കറൻസിയിലുള്ള റിസ്ക്കും. ക്രിപ്റ്റോ കറൻസിയുടെ വിലയിൽ വരുന്ന വ്യത്യാസം എന്ന് പറയുന്നത് വളരെ വലിയ ഒരു തോതിലായതുകൊണ്ട് തന്നെ അതിനൊരു വൊളാറ്റിലിറ്റി റിസ്ക് കുറച്ച് അധികമാണ് എന്നുള്ളത് നിങ്ങളെപ്പോഴും മനസ്സിലാക്കിയിരിക്കണം. അങ്ങനെ റിസ്ക് ഉണ്ട് എന്ന് കണ്ടുകൊണ്ട് മാറി നിൽക്കുന്നത് അത്ര നന്നാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനും ആദ്യമൊക്കെ മാറി നിൽക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരാളായിരുന്നു. പക്ഷേ ഇപ്പോൾ ചെറിയ രീതിയിൽ ക്രിപ്റ്റോ കറൻസിയിൽ ട്രേഡും ഇൻവെസ്റ്റും ചെയ്യുന്നുണ്ട്, വളരെ ചെറിയ രീതിയിൽ. അപ്പം നമ്മളെപ്പോഴും ആ റിസ്ക് മനസ്സിലാക്കുക, റിസ്ക് ലിമിറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ, അതായത് റിസ്ക് എങ്ങനെ കുറച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാമെന്ന് പഠിക്കുക. അങ്ങനെ റിസ്ക് മനസ്സിലാക്കുകയും റിസ്ക് ലിമിറ്റ് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ട്രേഡിങ്ങിലും സക്സസ്ഫുൾ ആവാൻ പറ്റും. ക്രിപ്റ്റോ കറൻസികളിലെ ട്രേഡിങ്ങിലും നിങ്ങൾക്ക് സക്സസ്ഫുൾ ആവാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ക്രിപ്റ്റോ കറൻസിയിൽ ട്രേഡ് ചെയ്യുമ്പോഴായാലും നിങ്ങൾക്കൊരു ട്രേഡിംഗ് പ്ലാൻ ഉണ്ടാവണം എന്നുള്ളതാണ്. ഒരു ക്രിപ്റ്റോ കറൻസി, ഇപ്പോൾ ഉദാഹരണമായിട്ട് ബിറ്റ്കോയിൻ നമ്മൾ 10,000 രൂപ വിലയ്ക്കുള്ള ബിറ്റ്കോയിൻ നമ്മൾ വാങ്ങിയെന്ന് കരുതുക. നമ്മൾ വിചാരിക്കുകയാണ് ഇതൊരു 15,000 രൂപയാകുമ്പോൾ വിൽക്കാനുള്ള ഒരു പ്ലാനിലാണ് നമ്മൾ വാങ്ങുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും കൂടെ ആലോചിച്ച് വെക്കണം. അതായത് എത്ര രൂപ താഴ്ന്നു കഴിഞ്ഞാൽ നമ്മൾ അത് വിറ്റൊഴിവാക്കി നഷ്ടം സഹിക്കാം എന്നുള്ളതും കൂടെ മനസ്സിൽ കരുതണം. അതായത് ഇപ്പോൾ ഈ കേസിൽ നമ്മൾ വിചാരിക്കുകയാണ് 9,000 രൂപ എന്നുള്ള നിലയിലേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് 1,000 രൂപ നഷ്ടം ഉണ്ടാവും. അത് സഹിക്കാൻ ഞാൻ തയ്യാറാണ്. എനിക്ക് ഈ 10,000 എന്നുള്ളത് 15,000 ആവുന്നതിനാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതായത് എൻ്റെ ടാർഗറ്റ് 15,000-ഉം എൻ്റെ സ്റ്റോപ്പ് ലോസ് 9,000-ഉം എന്നുള്ള രീതിയിൽ കൃത്യമായിട്ടുള്ളൊരു ട്രേഡിംഗ് പ്ലാനോട് കൂടി നമ്മൾ മുന്നോട്ട് പോകുക എന്നത് ക്രിപ്റ്റോ കറൻസിയിലും വാലിഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ കൃത്യമായിട്ടുള്ള റിലയബിൾ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾക്ക് വളരെ എളുപ്പത്തിലും വളരെ ഫാസ്റ്റായിട്ടും വളരെ സേഫായിട്ടും ട്രേഡ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനും സാധിക്കുന്ന പ്ലാറ്റ്ഫോമുകൾ ചൂസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എൻ്റെ ഇപ്പോഴത്തെ ഒരു അനുഭവത്തിൽ Coindcx അത്തരം ഒരു നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. ISO സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണിത്. അതോടൊപ്പം തന്നെ 2 ലെവൽ ഓതൻറ്റിക്കേഷനും ട്രാൻസാക്ഷൻ പാസ്വേഡ് സപ്പോർട്ടും എല്ലാം ഇവരുടെ ഒരു സേഫ്റ്റി സെക്യൂരിറ്റി ആസ്പെക്ട്സിനെ മികച്ചതാക്കുന്നുണ്ട്. അങ്ങനെ വളരെ സേഫായിട്ടും സെക്യൂറായിട്ടും എന്നാൽ വളരെ ഫാസ്റ്റായിട്ടും ട്രേഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഉപയോഗിച്ച് Coindcxൻ്റെ പ്ലാറ്റ്ഫോം അക്കൗണ്ടുകൾ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. നാലാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ചെറിയ രീതിയിൽ തുടങ്ങുക എന്നുള്ളതാണ്.
ഒറ്റയടിക്ക് അങ്ങ് പോയിട്ട് ഒരു 50 ലക്ഷം രൂപ ക്രിപ്റ്റോ കറൻസികളിൽ ഇടാം, അല്ലെങ്കിൽ 1 കോടി രൂപ ക്രിപ്റ്റോ കറൻസിയിൽ ഇടാം, അല്ലെങ്കിൽ 1 ലക്ഷം രൂപ ക്രിപ്റ്റോ കറൻസിയിൽ ഇടാം എന്നൊന്നും പറഞ്ഞ് പോകരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. ചെറിയ രീതിയിൽ ആ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനായിട്ട് ചെറിയ പൈസ കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് വളരെ നന്നായിരിക്കും, പ്രത്യേകിച്ചും തുടക്കക്കാർ. അങ്ങനെ ചെറിയ രീതിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾക്ക് അതിൻ്റെ ഗ്രോത്ത് ഉണ്ടാകുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, എമൗണ്ട് കൂട്ടി കൊണ്ടുവരാം. അപ്പോൾ അങ്ങനെ ചെറിയ രീതിയിൽ ട്രേഡ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനും പറ്റുന്ന വളരെ നല്ല പ്ലാറ്റ്ഫോമാണ് നമ്മൾ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്ന Coindcx. Coindcxൽ 100 രൂപ മുതൽ നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ട് ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അതുമാത്രമല്ല 10 രൂപ മൂല്യത്തിന് വരെ ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഏറ്റവും ചെറിയ രീതിയിൽ വരെ ട്രേഡ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് Coindcx. നിങ്ങൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ഉപയോഗിച്ചിട്ട് Coindcx നിങ്ങളുടെ മൊബൈലിൽ ഡൗൺലോഡ് ചെയ്യുകയും ഇൻസ്റ്റാൾ ചെയ്യുകയും ചെയ്തതിന് ശേഷം റുപ്പിമങ്ങിൻ്റെ ഓഫർ കോഡായിട്ടുള്ള റുപ്പിമങ് 100 എന്ന് പറഞ്ഞിട്ടുള്ള കോഡ് ഉപയോഗിച്ച് നിങ്ങൾ സൈനപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 100 രൂപ വിലയുള്ള ബിറ്റ് കോയിനുകൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഓരോ ദിവസവും 1 ലക്ഷം രൂപ വരെയുള്ള ബിറ്റ് കോയിനുകൾ വിജയിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ലഭിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഈ Coindcxൻ്റെ ഹാപ്പി ഡേയ്സ് ഓഫറിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ഉപയോഗിച്ച് Coindcx ഡൗൺലോഡ് ചെയ്യാനും റുപ്പിമങ് 100 എന്ന് പറഞ്ഞിട്ടുള്ള കോഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് സൈനപ്പ് ചെയ്യാനും സാധിക്കും. അങ്ങനെ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ KYC എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യണം. അതിന് നിങ്ങളുടെ മൊബൈൽ നമ്പർ, നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ്, അതുപോലെ നിങ്ങളുടെ പാൻ കാർഡ്, ആധാർ കാർഡ്, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, ഇത്രയും കാര്യങ്ങൾ ആവശ്യമുണ്ടാവും. അങ്ങനെ നിങ്ങളുടെ KYC കംപ്ലീറ്റ് ചെയ്യുക വഴി നിങ്ങൾക്ക് വളരെ സേഫായിട്ട് വളരെ സെക്യൂർ ആയിട്ടുള്ള രീതിയിൽ ട്രാൻസാക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തായിട്ട് പറഞ്ഞു തരാനായിട്ട് പോകുന്നത് ഈ ബിറ്റ് കോയിനുകൾ അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസികൾ നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഒഴിവാക്കേണ്ട കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, സ്കാമേഴ്സ് അല്ലെങ്കിൽ സ്കാംസ്റ്റേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഒഴിഞ്ഞു നിൽക്കുക എന്നുള്ളതാണ്. സ്കാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, കോയിനുകളുടെ ഒരു മെയിൻ ഒരു സ്കാം നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും അല്ലേ, മലപ്പുറത്ത് നിന്ന് ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ള മോറിസ് കോയിൻ എന്ന് പറഞ്ഞൊരു സ്കാം. അതുപോലെ നമ്മളെ പറ്റിക്കാനായിട്ട് നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ മേടിച്ചു കൊണ്ടുപോകാനായിട്ട് ധാരാളം ആളുകൾ ബിറ്റ് കോയിൻ്റെ ഏരിയയിലും ഉണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ അത്തരം സ്കാമുകളിൽ പരമാവധി നിങ്ങൾ ഉൾപ്പെടാതിരിക്കുക എന്നുള്ളതാണ്. സ്കാമുകളിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര കൃത്യമല്ലാത്ത പ്ലാറ്റ്ഫോമുകളിൽ, അത്ര സേഫ് അല്ലാത്ത പ്ലാറ്റ്ഫോമുകളിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന പൈസ മിക്കവാറും പോയി കിട്ടാനാണ് സാധ്യത. അതുകൊണ്ട് നല്ല ക്രെഡിബിലിറ്റി ഉള്ള പ്ലാറ്റ്ഫോമുകളിൽ മാത്രം പോവുക എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഒരു പുതിയ ആൾ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ അത്ര വെൽ നോൺ അല്ലാത്ത, അത്ര പ്രശസ്തമല്ലാത്ത കോയിനുകളിൽ ട്രേഡ് ചെയ്യുന്നതും ഇൻവെസ്റ്റ് ചെയ്യുന്നതും ഒഴിവാക്കുന്നത് നന്നായിരിക്കും. അതാണ് ഒഴിവാക്കേണ്ട രണ്ടാമത്തെ കാര്യം. അതായത് വളരെ ഫ്രഷ് ആയിട്ടുള്ള കോയിൻ, വളരെ അത്ര ആളുകൾ ഉപയോഗിക്കാത്തൊരു കോയിൻ, അല്ലെങ്കിൽ അത്ര ആളുകൾ സ്വീകരിക്കാത്തൊരു കോയിനൊക്കെയാണ് എന്നുണ്ടെങ്കിൽ നമ്മളത് വാങ്ങിക്കഴിഞ്ഞാൽ അത് വിറ്റ് പോകാൻ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് അങ്ങനെയുള്ള കോയിനുകളിൽ ഒരു തുടക്കക്കാർ പരമാവധി ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് വേണ്ടത്. നമ്മൾക്ക് നഷ്ടപ്പെടുന്നതിൽ ബുദ്ധിമുട്ടില്ലാത്തതിലും കൂടിയ എമൗണ്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യരുത്. അതായത് എൻ്റെ ഒരു അഭിപ്രായം അനുസരിച്ച് തുടക്കക്കാരായിട്ടുള്ള ആളുകൾ നമ്മൾ മൊത്തം പൈസയും പോയേക്കാം എന്നുള്ള ഒരു തോട്ട് പ്രോസസ്സോട് കൂടി കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ള കാര്യത്തിലായിട്ട് ചെറിയ എമൗണ്ടുകൾ വെച്ച് തുടങ്ങുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. നമ്മൾക്ക് പൈസ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി നമുക്ക് നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല എന്ന് കരുതുന്ന എമൗണ്ടുകൾ മാത്രമേ ഇടാൻ പാടുള്ളൂ. അല്ലാതെ വലിയ എമൗണ്ടുകൾ ഇട്ടാൽ നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും. അതുപോലെ തന്നെ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്റ്റേഷനെ ഒഴിവാക്കുക എന്ന് പറയും. അതായത് നിങ്ങൾ ബിറ്റ് കോയിനിലിട്ടാൽ ഇന്ന് 100 രൂപ ഇട്ടാൽ നാളെ 200 രൂപയാവും എന്ന് പറഞ്ഞിട്ടുള്ള എക്സ്പെക്റ്റേഷനൊക്കെ ആരെങ്കിലും പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ അതൊന്നും സത്യമല്ല. ബിറ്റ് കോയിനുകൾ വളരും, അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസികൾ അത്യാവശ്യം നല്ല രീതിയിൽ വളരും. പക്ഷേ അത് ഒരു പ്രത്യേക ഒരു നിലവാരത്തിലേക്ക് കൂടുതലൊന്നും വളരില്ല. അപ്പോൾ നമ്മൾ എത്ര ശതമാനം നേട്ടം കിട്ടുമെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി അത്രയും ഒരു ആഗ്രഹം വെച്ച് മാത്രം വരിക. കൂടുതൽ ആഗ്രഹം വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ നമുക്ക് നിരാശയല്ലേ ഉണ്ടാവുക. അപ്പം ഞാൻ എപ്പോഴും പറയുക എന്താണെന്ന് വെച്ചാൽ വളരെ സേഫായിട്ടുള്ള, റിലയബിൾ ആയിട്ടുള്ള Coindcx പോലുള്ള പ്ലാറ്റ്ഫോമുകൾ എപ്പോഴും യൂസ് ചെയ്യുക എന്നുള്ളതാണ്. Coindcxൻ്റെ മറ്റൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ Coindcx ലേൺ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. നിങ്ങൾക്ക് ബിറ്റ് കോയിനുകളെയും ക്രിപ്റ്റോ കറൻസികളെയും കറൻസി ട്രേഡിങ്ങിനെയും ഒക്കെ പറ്റി പഠിക്കാനുള്ള അല്ലെങ്കിൽ മനസ്സിലാക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം. ആ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് നിങ്ങൾക്ക് കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും സാധിക്കും. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് Coindcx ആപ്പ് ഡൗൺലോഡ് ചെയ്യാനും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റെന്തെങ്കിലും കാര്യങ്ങൾ അറിയാണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ
ആസ്ക് റിവ്യൂയിങ് സർവീസിലേക്ക് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. വീഡിയോ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്.